യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, പിതാവ് എന്നെ അറിയിച്ചതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചത് കൊണ്ട് ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. പക്ഷെ നമുക്ക് അതിശയം തോന്നും, കർത്താവെ ഓൾറെഡി അങ്ങ് ഞങ്ങളെ സഹോദരന്മാരായിട്ട് കരുതിയില്ലേ, ഞങ്ങൾ നിന്റെ സഹോദരന്മാരല്ലേ, അതിനേക്കാൾ വലുതാണോ സ്നേഹിതൻ? പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ ഈ സ്നേഹിതൻ എന്നുള്ള പദവി അതിനൊത്തിരി അർത്ഥമുണ്ട്. സദൃശ്യവാക്യങ്ങൾ 17:17 പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. സഹോദരൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ട്, പക്ഷെ സ്നേഹിതൻ്റെ അടുത്ത് എല്ലാ കാലത്തും പോകും. സദൃശ്യവാക്യങ്ങൾ 18 പറയുന്നു, ഒത്തിരി സ്നേഹിതന്മാരുള്ള അല്ലെങ്കിൽ കൊള്ളുകയില്ലാത്ത സ്നേഹിതന്മാരുള്ള ആൾക്ക് നാശം വരും, എന്നാൽ ഒരു സ്നേഹിതനുണ്ട്, സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുണ്ട്, അത് യേശുവാണ്. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവർ ചിലപ്പോൾ മാറ്റി നിർത്തുന്ന സന്ദർഭങ്ങൾ വരാം, പക്ഷെ ഒരു സ്നേഹിതനുണ്ട്, അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. യേശുവിൽ തോഴനെ കണ്ടു, അവൻ റെഡിയാ, അവൻ കൈനീട്ടി നിൽക്കുകയാണ്. നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങൾക്ക് സ്നേഹിതനാണ്. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും.